ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ മഹാശിവരാത്രി ആശംസകൾ. ഇന്ന് ഒരു കഥ പറയാം. ഭാരതപ്പുഴയുടെ തീരത്ത് പകലൊളി മങ്ങുകയായിരുന്നു. വഞ്ചി തുഴയുമ്പോൾ വെള്ളത്തിൽ വീഴുന്ന തുഴയുടെ ശബ്ദവും ഒഴുക്കിൻ്റെ ഇരമ്പവുമല്ലാതെ പരിസരമാകെ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നിരുന്നു. കൂടണയാനായി പറന്നകലുന്ന കൊറ്റിക്കൂട്ടങ്ങൾ സന്ധ്യയായെന്ന് ഓർമ്മിപ്പിച്ചു. വർഷം 2000 മൊബൈൽ ഫോൺ എന്ന അത്ഭുതം നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തി നോക്കിയിട്ടില്ലാത്തൊരു കാലം. ലാൻഡ് ലൈൻ ഫോണുകളും കത്തുകളും മാത്രമാണ് അന്ന് ആശയവിനിമയത്തിനുള്ള ഏക മാർഗം. പിന്നെ വല്ലപ്പോഴും കേൾക്കുന്ന റേഡിയോ വാർത്തകളും. ഈ ഒരു കാലഘട്ടത്തിലാണ് ഹരിയും മാധവനും നിളയിലൂടെ ഇങ്ങനെയൊരു യാത്ര തുടങ്ങിയത്. ഹരി ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. മൂക്കിൻ തുമ്പിൽ തൂങ്ങിക്കിടക്കുന്ന കട്ടിയുള്ള കണ്ണടയും തോളിലെ പഴയ സെനിത് ക്യാമറയുമാണ് അവന്റെ കൂട്ട്. നഗരത്തിലെ തിരക്കുകളിൽ ശ്വാസം മുട്ടിയപ്പോൾ ഇറങ്ങി തിരിച്ചതാണ് അവൻ. മാധവനാകട്ടെ ഒരു സ്കൂൾ മാഷാണ്. പുസ്തകങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രത്തെക്കാൾ പ്രകൃതിയിലാണ്ട് കിടക്കുന്ന സത്യങ്ങൾ തിരഞ്ഞു പോകാനാണ് അയാൾക്കിഷ്ടം. രണ്ടുപേരുടെയും സ്വഭാവം രണ്ടാണെങ്കിലും അറിയാത്തതിനെ തേടുക എന്ന ലഹരി അവരെ സുഹൃത്തുക്കളാക്കി. വാടകയ്ക്കെടുത്ത ഒരു വഞ്ചിയിലായിരുന്നു ഇരുവരുടെയും യാത്ര. ലക്ഷ്യസ്ഥാനമില്ല. പുഴ എവിടം വരെയും കൊണ്ടുപോകുന്നുവോ അവിടം വരെ പോകുക. നിലാതീരത്തെ പഴയ തറവാടുകളും അവിടുത്തെ അന്തേവാസികളെയും കണ്ട് അവരുടെ അനുഭവങ്ങളും മാമാങ്ക മഹോത്സവത്തിന്റെ ചരിത്രവും മനസ്സിലാക്കുക. അത്രമാത്രം. വള്ളത്തിൽ കുറച്ച് ബിസ്ക്കറ്റും പഴവും പിന്നെ മണ്ണെണ്ണ സ്റ്റവും ടോർച്ചുമൊക്കെ കരുതിയിട്ടുണ്ട്. സമയം 5 മണി കഴിഞ്ഞു. പുഴയിൽ ഇരുട്ട് പടരാൻ തുടങ്ങിയിരിക്കുന്നു. പുഴയുടെ ഈ ഭാഗം വിജനമാണ്. ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ മുളങ്കൂട്ടങ്ങൾ മാത്രം. മാധവനായിരുന്നു വഞ്ചി തുഴഞ്ഞിരുന്നത്. അയാൾ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ഹരി, നേരം വൈകി. മുന്നിൽ കടവുകളൊന്നും കാണുന്നില്ല. ഇന്ന് രാത്രി വഞ്ചിയിൽ തന്നെ കഴിച്ചുകൂട്ടണോ അതോ കരയിൽ എവിടെയെങ്കിലും തങ്ങണോ? ഹരി ക്യാമറ ബാഗ് ഒതുക്കി വെച്ചു. പുഴയിൽ തങ്ങുന്നത് അപകടമാണ് മാധവ. ഒഴുക്ക് കൂടുന്നുണ്ട്. ഇന്ന് രാത്രി തങ്ങാൻ പറ്റിയ ഒരിടം കണ്ടാൽ വള്ളം നമുക്ക് അവിടെ കടുപ്പിക്കാം. അപ്പോഴാണ് ഹരിയുടെ കണ്ണിൽ ആ വെളിച്ചം മുടുക്കിയത്. പുഴയുടെ വലതു ഭാഗത്തായി ഉയർന്ന ഒരു കുന്നിൻ പ്രദേശം. അവിടെ മനുഷ്യവാസമില്ലെന്ന് തോന്നും വിധം കാട് പിടിച്ചു കിടക്കുകയാണ്. പക്ഷേ ആ കാടിനുള്ളിൽ ദ്രവിച്ചു തുടങ്ങിയ ഒരു ചെറിയ കുടിലിന്റെ ജനലഴികളിലൂടെ ഒരു വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു റാന്തൽ വിളക്കാണോ? മാധവൻ സംശയത്തോടെ ചോദിച്ചു. ഹരി ക്യാമറയിലൂടെ നോക്കി. വെളിച്ചം കുറവായതിനാൽ ഒന്നും വ്യക്തമല്ല. അത്ഭുതം തന്നെ. ഈ കാടിനുള്ളിൽ ഇങ്ങനെയൊരു കുടിൽ ആരും അവിടെ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. കുടിലിന്റെ അവസ്ഥ കണ്ടാൽ അവിടെ ആരും താമസിക്കുന്നില്ലെന്ന് തോന്നും. പക്ഷേ ആ റാന്തൽ വെളിച്ചം അവിടെ ആരോ ഉണ്ടെന്ന് സൂചിപ്പിച്ചു. ആ ഇരുട്ടിൽ കണ്ട അരണ്ട പ്രകാശം അവരെ അങ്ങോട്ട് ആകർഷിച്ചു. എന്തോ ഒരു പന്തികേട് തോന്നുന്നു ഹരി. തുഴയൂന്നിക്കൊണ്ട് മാധവൻ മടിച്ചു പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? വാ, നമുക്ക് നോക്കാം. വല്ല മീൻപിടുത്തക്കാരോ മറ്റോ ആയിരിക്കും. അവർ വഞ്ചി ആ മണൽത്തിട്ടയോടടുപ്പിച്ചു. ചുറ്റും ചീവീടുകളുടെ കരച്ചിലുയർന്നു. ടോർച്ചും ബാഗുമായി അവർ ആ കുന്നു കയറി തുടങ്ങി. കാട്ടുചെടികൾക്കിടയിലൂടെയുള്ള ആ ഇടുങ്ങിയ വഴി കണ്ടാൽ വർഷങ്ങളായി ആരും അങ്ങോട്ട് പോയിട്ടില്ലെന്ന് തോന്നും. ആ കുടിലിനടുത്തെത്തിയപ്പോൾ വല്ലാത്തൊരു ഗന്ധം അവരെ പൊതിഞ്ഞു. അഷ്ടഗന്ധത്തിന്റെയോ കുന്തിരിക്കത്തിന്റെയോ ഒരു തരം ഗന്ധം. വാതിലിനടുത്തെത്തിയതും ഹരി ഉറക്കെ ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ? മറുപടി ഒന്നുമില്ല. കാറ്റിൽ റാന്തൽ വെളിച്ചം ഒന്ന് ആടി ഉലഞ്ഞു. കുടിലിനുള്ളിൽ ആരോ ഒരാൾ അനക്കമില്ലാതെ ഇരിക്കുന്നത് അവർ കണ്ടു. ആ വാതിൽ പതിയെ തള്ളിത്തുറന്ന് അവരകത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അവരെ ആകെ അമ്പരപ്പിച്ചു. തറയിൽ ഒരു പഴയ പുലിത്തോൽ വിരിപ്പിൽ ഒരാളിരിക്കുന്നു. കാവി വസ്ത്രമാണ് വേഷം. നന്നായി ചീക്കി ഒതുക്കിയ നരച്ച മുടി തോളറ്റം വീണ് കിടക്കുന്നു. നെറ്റിയിൽ ഭസ്മക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷമാലകളുമുണ്ട്. ആ മനുഷ്യൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. മുന്നിലെ ഓട്ടുകിണ്ടിയിൽ കുറച്ച് കൂവളത്തിലകളും പൂക്കളുമുണ്ട്. ചെറിയ മൺചട്ടിയിൽ നിന്ന് ഉയർന്ന നേർത്ത വെളുത്ത പുക
ആ അന്തരീക്ഷത്തിലാകെ പടർന്നിരുന്നു. ഹരി വിനയത്തോടെ മുന്നിലിരുന്ന മനുഷ്യനോടായി പറഞ്ഞു, നമസ്കാരം. ഞങ്ങൾ ഈ പുഴയിലൂടെ ഒരു യാത്രക്കിറങ്ങിയതാണ്. ഇടയ്ക്ക് വഴിയൊന്ന് തെറ്റി. നേരം വൈകിയതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ. അവൻ തന്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുന്നേ ആ സ്വാമിജി തല ഉയർത്തി അവരെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ അത്ഭുതമില്ലായിരുന്നു, പകരം ആഴമേറിയൊരു ശാന്തത മാത്രം. അദ്ദേഹം കൈകൊണ്ട് അവരോട് ഇരിക്കാൻ ആംഗ്യം കാട്ടി. ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അദ്ദേഹം അവരോടായി പറഞ്ഞു, വഴിയറിയാതെ ആരും ഇവിടെ എത്താറില്ല മക്കളെ. എല്ലാം കാലത്തിന്റെ നിയോഗമാണ്. അകത്തേക്ക് വരൂ. അവർ മടിച്ച് അദ്ദേഹത്തിന് മുന്നിലിരുന്നു. മാധവന് തന്റെ മനസ്സിൽ തോന്നിയ സംശയം മറച്ചു വെക്കാനായില്ല. സ്വാമി, ഈ വിജനമായ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ അങ്ങക്ക് പേടി തോന്നാറില്ലേ? അടുത്തൊന്നും ഒരു വീട് പോലുമില്ലല്ലോ. സ്വാമിജി തന്റെ മുന്നിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ആ മൺചട്ടി ഒന്ന് നീക്കിവെച്ചു. എന്നിട്ട് സൗമ്യമായി ചിരിച്ചു. ആ ചിരിയിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അവരോട് ചോദിച്ചു, പേടിയോ? ആരെയാണ് മക്കളെ പേടിക്കേണ്ടത്? മനുഷ്യനെയോ അതോ ഈ കാട്ടിലെ വിജനതയെയോ? നോക്കൂ, ഞാനൊരു നാടോടിയാണ്. ഒരു കാലത്ത് ഞാനും നിങ്ങളെപ്പോലെ ഒരു കൂട്ടം ആളുകളിൽ ഒരുവനായി ജീവിച്ചു വന്നവനായിരുന്നു. പക്ഷേ അവരിൽ ഞാൻ കണ്ടത് ജാതിയും മതവും ചൊല്ലിയുള്ള കലഹങ്ങളും പണത്തിനു വേണ്ടിയുള്ള പിടിച്ചുപറിയും മാത്രമാണ്. ആ ബഹളങ്ങൾ എനിക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് നിലയുടെ ഈ തീരത്ത് ഞാൻ താമസമാക്കി. ഇവിടെ തങ്ങി നിൽക്കുന്ന ഈ നിശബ്ദതയും ഏകാന്തതയും ഇപ്പോൾ എൻ്റെ സ്വന്തമാണ്. ഇവിടെ ആരും ഒന്നും ചോദിച്ചു വരാറില്ല. ആരും ഒന്നും തട്ടിയെടുക്കാനും വരാറില്ല. ആ ജനക്കൂട്ടത്തിനിടയിൽ ഇല്ലാത്തൊരു സമാധാനം ഈ ഏകാന്തതയിലുണ്ട്. ഹരി തലയാട്ടി. ആ വാക്കുകൾ അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ദൂരെ നിന്നാണ് വരുന്നത്. നീണ്ട ഒരു യാത്രക്കിറങ്ങിയതാണ്. ഇടയ്ക്ക് വഴി തെറ്റിപ്പോയി. ഈ സമയത്ത് വഞ്ചിയിൽ കഴിയുകയെന്നത് അസാധ്യമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ഈ കുടിലിൽ ഞങ്ങൾക്ക് അല്പം ഇടം നൽകിയാൽ വലിയ ഉപകാരമായിരുന്നു. നാളെ വെളുപ്പിന് തന്നെ ഞങ്ങൾ പൊയ്ക്കോളാം. ഈ പാവപ്പെട്ടവന്റെ കുടിലിൽ നിങ്ങളെപ്പോലുള്ളവർ ഒരു രാത്രി കഴിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. മടിക്കേണ്ട, ഉള്ളിലേക്ക് വരൂ. അദ്ദേഹം അവരെ അകത്തേക്ക് ക്ഷണിച്ചു. രാത്രിയിലെ ഭക്ഷണം ലളിതമായിരുന്നു. സ്വാമിജി മൂടിയുള്ളൊരു മൺകുടത്തിൽ നിന്ന് അല്പം വെള്ളവും മറ്റൊരു സഞ്ചിയിൽ നിന്ന് കുറച്ച് പഴവും ശർക്കരയും അവിലും അവർക്കെടുത്തു നൽകി. അത്ഭുതമെന്ന് പറയട്ടെ, നഗരത്തിലെ വലിയ ഹോട്ടലുകളിൽ പോലും കിട്ടാത്തൊരു തൃപ്തി ആ ലളിതമായ ഭക്ഷണത്തിൽ അവർക്ക് അനുഭവപ്പെട്ടു. റാന്തൽ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മൂവരും നിശബ്ദമായ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം ആകെ മാറാൻ തുടങ്ങി. പുറത്ത് കാറ്റിന് വേഗത കൂടി. പെട്ടെന്ന് കുടിലിന് തൊട്ടടുത്തെ ആ മുളങ്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു കൂട്ടം കുറുക്കന്മാരുടെ ഓരിയിടൽ ശബ്ദം ഉയർന്നു കേട്ടു. ടൗണിലെ ഫ്ളാറ്റുകൾ താമസിച്ച് ശീലിച്ച മാധവന് ആ ശബ്ദം കേട്ട് ഭയം തോന്നി. കൃത്യം ആ സമയത്താണ് ഓലമേഞ്ഞ മേൽക്കൂരയിൽ ആദ്യ മഴത്തുള്ളി വീണത്. നിമിഷങ്ങൾക്കുള്ളിൽ മഴ കനത്തു. അതിനോടൊപ്പം ശക്തമായ കാറ്റും വീശി. ആ കാറ്റിൽ ജനൽപ്പാളികൾ വല്ലാത്ത ശബ്ദമുണ്ടാക്കി. സ്വാമിജി എഴുന്നേറ്റ് പോയി ജനലുകൾ അടച്ചു. പക്ഷേ ആ പഴയ മേൽക്കൂരയുടെ അവസ്ഥ ഉടനെ തന്നെ വെളിപ്പെട്ടു. മുറിയുടെ 2 മൂലകളിൽ നിന്ന് വെള്ളം ഇറ്റു വീഴാൻ തുടങ്ങി. സ്വാമിജി 2 മൺപാത്രങ്ങൾ ആ വെള്ളം വീഴുന്നതിന് താഴെയായി വെച്ചു. പാത്രങ്ങളിൽ വെള്ളം വീഴുന്ന ടുപ് ടുപ് ശബ്ദം ആ മുറിയിലെ നിശബ്ദതയെ കൂടുതൽ ഗൗരവമുള്ളതാക്കി. പുറത്ത് പേമാരി പെയ്യുകയാണ്. ഭാരതപ്പുഴയുടെ ഇരമ്പൽ ഇപ്പോൾ മുറിക്കുള്ളിലും കേൾക്കാം. ഹരി റാന്തൽ വിളക്കിലെ തിരി അല്പമൊന്ന് കൂട്ടിക്കൊണ്ട് ചോദിച്ചു, സ്വാമി, നിങ്ങൾ എത്ര കാലമായി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നു? ഈ സ്ഥലം കണ്ടിട്ട് ഇവിടെ ആരും താമസമില്ലാത്തത് പോലെയാ ഞങ്ങൾക്ക് ആദ്യം തോന്നിയത്. പക്ഷേ ഇവിടെ കണ്ട വെളിച്ചമാണ് ഞങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചത്. ഈ പുഴക്കരയിൽ ഒറ്റയ്ക്കിങ്ങനെ താമസിക്കുമ്പോൾ വല്ല വിചിത്രമായ അനുഭവങ്ങളും താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? ആ ചോദ്യം കേട്ട് സ്വാമിജി കുറച്ചു നേരം മിണ്ടാതിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ റാന്തൽ നാളത്തിൽ തറച്ചു നിന്നു. പുറത്തെ മിന്നൽ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ഒരു നിമിഷം തിളങ്ങി. അദ്ദേഹം സാവധാനം പറഞ്ഞു, അനുഭവങ്ങളോ? അത് ധാരാളമുണ്ട്.
ഈ നിലയുടെ ഓരോ മണൽത്തരിയിലും എത്രയോ കഥകൾ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ആ ഒരു സംഭവം, ഈ മഴയുള്ള രാത്രിയിൽ ആ ഒരു കാര്യം ഞാൻ വല്ലാതെ ഓർക്കുന്നു. മാധവനും ഹരിയും ശ്രദ്ധയോടെയിരുന്നു. അവരുടെ ഉള്ളിലെ ജേർണലിസ്റ്റും ചരിത്ര അന്വേഷിയും ഉണർന്നു കഴിഞ്ഞു. മാധവൻ ആവേശത്തോടെ പറഞ്ഞു, പറയൂ സ്വാമി, ഞങ്ങൾക്ക് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഈ മഴയത്ത് പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ കഥ തന്നെയാകട്ടെ ഞങ്ങളുടെ ഇന്നത്തെ കൂട്ട്. സ്വാമിജി മൺപാത്രത്തിൽ വീഴുന്ന വെള്ളത്തിലേക്കൊന്ന് നോക്കി. എന്നിട്ട് ആ 2 അതിഥികളുടെയും കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു തുടങ്ങി. അത് പണ്ട് നടന്ന കാര്യമാണ്. ഞാൻ തന്ത്രവിദ്യ പഠിച്ചു തുടങ്ങിയ കാലം. ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ബ്രിട്ടീഷ് ഭരണകാലമാണെങ്കിലും ഗ്രാമങ്ങളിൽ പ്രമാണിമാരുടെ സ്വാധീനവും അന്ധവിശ്വാസങ്ങളും വല്ലാതെ വേരോടിയ കാലം. നിളയുടെ തീരത്തു നിന്നും അല്പം ഉള്ളിലെ സ്ഥിതി ചെയ്യുന്ന വലിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് വളരെ പഴക്കമുള്ള ഒരു വലിയ നാലുകെട്ടുണ്ടായിരുന്നു. വലിയടത്ത് മന. അതിനോട് ചേർന്ന് കാട് മൂടിയ ഒരു ഭദ്രകാളി ക്ഷേത്രവും. ആ മനയിലെ കാരണവർ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ടൊരു ബ്രാഹ്മണ കുടുംബത്തിലെ മൂത്ത മകനായിരുന്നു. അവർ വെറും പൂജാരിമാരായിരുന്നില്ല. ആ വംശത്തിന് ഒരു അഖിലിത നിയമം ഉണ്ടായിരുന്നു. അത് ഒരു ശാപം പോലെ ഓരോ തലമുറയെയും പിന്തുടർന്നു. ആ നിയമം ഇതായിരുന്നു: ആ മനയിലെ മൂത്ത മകൻ എന്നാണോ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായി സ്ഥാനമേൽക്കുന്നത്, കൃത്യം 10ാം ദിവസം അയാൾ മരിക്കും. മരണകാരണം അപകടമോ രോഗമോ ഒന്നുമല്ലായിരുന്നു. ഒരു വിളക്കണയുന്നത് പോലെ ആ ജീവൻ അങ്ങ് പോകും. അങ്ങനെ ആ ശപിക്കപ്പെട്ട സമയം വീണ്ടും എത്തിച്ചേർന്നു. ഗ്രാമം മുഴുവനും ഭീതിയിലായിരുന്നു. മനയിലെ വലിയ മുറിയിൽ മരണക്കിടക്കയിൽ കിടക്കുകയായിരുന്നു ശിവരാമന്റെ അച്ഛൻ പരമേശ്വരൻ നമ്പൂതിരി. ചുറ്റിനും കുന്തിരിക്കത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഗന്ധം പടർന്നു. പക്ഷേ ആ ഗന്ധത്തിന് പോലും മരണത്തിന്റെ ഗന്ധത്തെ മറക്കാനായില്ല. വീട്ടുകാർ അദ്ദേഹത്തിന്റെ ആ കിടപ്പ് കണ്ട് തേങ്ങിക്കരഞ്ഞു. ശിവരാമൻ അന്ന് മദ്രാസിൽ നിന്ന് ബിരുദം കഴിഞ്ഞ് തിരിച്ചെത്തിയതേയുള്ളൂ. പുതിയ കാലത്തിന്റെ പ്രതിനിധി. കണ്ണുകളിൽ അറിവിന്റെ തിളക്കം, മനസ്സിൽ യുക്തിചിന്ത. അവൻ തന്റെ അച്ഛന്റെ തലക്കലിരുന്ന് അദ്ദേഹത്തിന്റെ കൈകൾ മുറുകെ പിടിച്ചു. പരമേശ്വരൻ നമ്പൂതിരി അപ്പോൾ തന്റെ അവസാന ശ്വാസം വലിക്കുകയായിരുന്നു. അടഞ്ഞുപോയ കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറന്ന് അദ്ദേഹം തന്റെ മകനെ നോക്കി. യമദൂതന്റെ കാൽപ്പെരുമാറ്റം കേൾക്കാവുന്ന ആ നിമിഷത്തിൽ അദ്ദേഹം മകന്റെ ചെവിയിൽ മന്ത്രിച്ചു, ശിവരാമ, അവർ നിന്നെ വിളിക്കും. നീ പോകരുത്. ഒരിക്കലും ആ പീഠത്തിലിരിക്കരുത്. അത് പൂജ ചെയ്യാനുള്ള ഇടമല്ല. അത് മരണത്തിന്റെ പാതയാണ്. നമ്മുടെ വംശത്തിന്റെ വിളക്ക് നീ കെടുത്തിക്കളയരുത്. അദ്ദേഹത്തിന് തന്റെ വാചകം പൂർത്തിയാക്കാനായില്ല. ഒരു വിറയലോടെ എല്ലാം അവസാനിച്ചു. വലിയടത്ത് മനയിൽ കൂട്ടക്കരച്ചിലുയർന്നു. നിലയുടെ തീരത്തെ ശ്മശാനത്തിൽ ചന്ദനമുട്ടികൾക്കിടയിൽ പരമേശ്വരന്റെ ചിത കത്തിയെരിയുമ്പോൾ ആ അഗ്നിനാളത്തിലേക്ക് നോക്കി നിന്ന ശിവരാമന്റെ മുഖം വലിഞ്ഞു മുറുകി. അച്ഛന്റെ അവസാന വാക്കുകളുടെ അർത്ഥം എന്താണ്? ഇതിന് പിന്നിൽ ശരിക്കും ദൈവത്തിന്റെ ശാപമാണോ അതോ മനുഷ്യന്റെ ചതിയോ? അച്ഛന്റെ ശവദാഹ കർമ്മങ്ങൾ തീരുന്നതിനു മുമ്പേ ഗ്രാമത്തിലെ പ്രമാണിമാരെല്ലാം ശിവരാമനെ വളഞ്ഞു. വംശത്തിന്റെ ആചാരമാണ് ശിവരാമൻ തന്നെ ക്ഷേത്രത്തിന്റെ ചുമതലയേൽക്കണം. അച്ഛന്റെ ചിതാഗ്നി അണഞ്ഞതിന് പിന്നാലെയുള്ള പുലകുളി ചടങ്ങുകൾ കഴിഞ്ഞ് കോടി വസ്ത്രം ധരിച്ച് അവന് ആ കാളിക്ഷേത്രത്തിന്റെ ഇരുളടഞ്ഞ ശ്രീകോവിലേക്ക് പ്രവേശിക്കണം. ആ ഉഗ്രരൂപിണിയായ ഭദ്രകാളിക്ക് മുന്നിൽ പൂജ അർപ്പിക്കണം. പക്ഷേ ആ ഗ്രാമത്തിന്റെ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. ഇന്നുവരെ ആരും തന്നെ ആ സ്ഥാനമേറ്റ് 11ാം ദിവസത്തെ പുലർച്ചെ സൂര്യനെ കണ്ടിട്ടില്ല. 10ാം ദിവസം രാത്രിയിൽ എങ്ങനെയെങ്കിലും രക്തം ഛർദ്ദിച്ചോ അതോ ഹൃദയമിടിപ്പ് നിലച്ചോ ആ പൂജാരി മരണത്തിന് കീഴടങ്ങും. ശിവരാമന്റെ അച്ഛൻ പരമേശ്വരൻ നമ്പൂതിരി മാത്രമായിരുന്നു ആ രീതിയിലുള്ള മരണത്തെ മറികടന്ന് അത്ര നാൾ വരെ ആ ക്ഷേത്രത്തിലെ പൂജ ചെയ്തു പോന്ന ഏക പൂജാരി. ഭഗവതിയുടെ അനുഗ്രഹത്താലോ അയാളുടെ ആയുസിന്റെ ബലം കൊണ്ടോ മറ്റോ അദ്ദേഹം ഏകദേശം 20 വർഷത്തോളം ആ ക്ഷേത്രത്തിൽ മേൽശാന്തിക്കാരനായി വാണു. മദ്രാസിൽ നിന്ന് പഠിച്ചു വന്ന ശിവരാമൻ തീർത്തും പറഞ്ഞു, ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. മരണമെന്നത് ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ്. അതിന് ക്ഷേത്രവുമായി എന്ത് ബന്ധം? എന്റെ അച്ഛന് ശേഷം മുറയനുസരിച്ച് ഞാൻ തന്നെ അടുത്ത മേൽശാന്തിക്കാരനായി ആ ക്ഷേത്രത്തിൽ പൂജാരിയാകും. ഈ ശാപം വെറും കെട്ടുകഥയാണെന്ന് ഞാൻ തെളിയിക്കാം.
അത് പരമേശ്വരൻ നമ്പൂതിരി മരിച്ചതിന് ശേഷമുള്ള 17-ാം രാത്രിയായിരുന്നു. പിറ്റേന്ന് വിശേഷപ്പെട്ട തീയതിയാണ്. അതിനടുത്ത ദിവസം ശിവരാമന്റെ മേൽശാന്തിയായി സ്ഥാനമേൽക്കുക എന്ന പരീക്ഷയും. മനയ്ക്കുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷമായിരുന്നു. ശിവരാമന്റെ ഭാര്യ ശ്രീലക്ഷ്മി തൊട്ടടുത്ത ഗ്രാമത്തിലെ തന്നെ ഒരു ഇല്ലത്തെ കുട്ടിയായിരുന്നു. നാളുകൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് കടന്നു പോയതെന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ല. ശിവരാമനുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു. അവർ അത്രത്തോളം ആത്മബന്ധത്തിലായിരുന്നു. ലക്ഷ്മി അപ്പോൾ ഗർഭിണിയായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പേ താൻ വിധവയാകേണ്ടി വരുമോ എന്ന ഭയത്താൽ ആ പെൺകുട്ടിയുടെ മനസ്സ് ഉരുകുകയായിരുന്നു. രാത്രി ഭക്ഷണത്തിന് ശേഷം കിടപ്പുമുറിയിൽ റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ ശിവരാമന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു, ആ ക്ഷേത്രമുറ്റത്ത് പോലും ചവിട്ടരുത്. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം. ദൂരെ മദ്രാസിലേക്കോ മറ്റോ പോകാം. എന്റെ വയറ്റിൽ വളരുന്ന ഏട്ടന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ശിവേട്ടൻ ഈ വാശി ഉപേക്ഷിക്കൂ. ശിവരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ശ്രീലക്ഷ്മി, നീയും ഈ അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കുകയാണോ? ഞാൻ ഓടിപ്പോയാൽ ഈ നാട്ടുകാർ എന്നെ പേടിത്തൊണ്ടെന്ന് വിളിക്കില്ലേ? അച്ഛനും മുത്തശ്ശനും മരിച്ചത് എങ്ങനെയാണെന്ന രഹസ്യം എന്നേക്കുമായി മറഞ്ഞു തന്നെ ഇരിക്കും. അവരുടെ മരണരഹസ്യം എനിക്ക് കണ്ടെത്തണം. ശിവരാമന്റെ ആ സംസാരം കേട്ട് ശ്രീലക്ഷ്മി പരിഭ്രാന്തിയോടെ പറഞ്ഞു, ഇവിടുത്തെ നാട്ടുകാരും നമ്മുടെ കാരണവന്മാരും പറയുന്നതൊന്നും വെറും അന്ധവിശ്വാസമല്ല. ആ മാധവി വാരസ്യർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു സാധാരണ ക്ഷേത്രമല്ല. അവിടെ ഏതോ അജ്ഞാതമായൊരു ശക്തി വസിക്കുന്നുണ്ട്. ആ ദുഷ്ടശക്തിയുടെ കോപമാണ് ഈ മനയിലെ ആൺമക്കളുടെ മരണത്തിന് കാരണം. അവർക്ക് ഇതൊക്കെ പറയാൻ തന്നെ പേടിയായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ പറഞ്ഞ സമയം അവരുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് മരണഭയമായിരുന്നു. ശിവരാമൻ നിശബ്ദമായി ഒന്ന് ചിരിച്ചു. അവൻ ശ്രീലക്ഷ്മിയുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, മാധവി വാരസ്യർക്ക് പ്രായമായി. അവരതൊക്കെ ചുമ്മാ പറയുന്നതാണ്. നോക്കൂ, ഞാൻ ശാസ്ത്രം പഠിച്ചവനാണ്. ഒരു കാരണവുമില്ലാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ വംശത്തിലുള്ളവർ ഒരുപക്ഷെ ഹൃദയാഘാതം മൂലമായിരിക്കാം മരിക്കുന്നത്. അല്ലാതെ ക്ഷേത്രത്തിലെ ഭൂതവും പ്രേതവും ഒന്നുമല്ല അതിന് കാരണം. അതൊക്കെ വെറും കെട്ടുകഥകളാണ്. നീ സമാധാനമായി ഉറങ്ങൂ. ഞാൻ വാക്ക് തരുന്നു, ഈ രഹസ്യങ്ങളുടെ പിന്നിലെ മറനീക്കി ഞാൻ സത്യം കണ്ടെത്തും. ജീവനെടുക്കുന്ന ദൈവമാകില്ല. നാളെ രാത്രി ഞാൻ ഇതിനൊരു തീരുമാനമുണ്ടാക്കും. ശ്രീലക്ഷ്മിക്ക് പിന്നെ ഒന്നും പറയാനായില്ല. പക്ഷേ അവളുടെ ഉള്ളിലെ നെരിപ്പോടണഞ്ഞില്ല. ശാസ്ത്രപുസ്തകങ്ങളിലില്ലാത്ത ഭീകരമായ ഒരു സത്യത്തിന് മുന്നിലേക്കാണ് തന്റെ ഭർത്താവ് നടന്നു പോകുന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. സ്വാമിജി ഇത്രയും പറഞ്ഞു നിർത്തി. പുറത്തപ്പോൾ കാതടിപ്പിക്കുന്ന ഇടിമുഴക്കം കേട്ടു. ഹരിക്കും മാധവനും ജിജ്ഞാസയേറി. തങ്ങളാ കുടിലല്ല, മറിച്ച് 80 വർഷം മുമ്പുള്ള ഗ്രാമത്തിലെ ആ ശപിക്കപ്പെട്ട രാത്രിയിലാണ് അവരുള്ളതെന്ന് എന്നവർക്ക് തോന്നി. ഹരി ആകാംക്ഷയോട് ചോദിച്ചു, എന്നിട്ട് ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു സ്വാമി? സ്വാമിജി റാന്തൽ നാളത്തിലേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നു. ആ അഗ്നിയിൽ അദ്ദേഹം ആ പഴയ രാത്രിയെ നേരിട്ട് കാണുന്നത് പോലെ തോന്നി. പിന്നീട് ഗൗരവമേറിയ ശബ്ദത്തിൽ അദ്ദേഹം തുടർന്നു, അന്ന് നവമിയായിരുന്നെങ്കിലും ആകാശത്ത് ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നു. ചുറ്റും കനത്ത ഇരുട്ടായിരുന്നു. ശിവരാമന് ഉറക്കം വന്നില്ല. അവന്റെ മനസ്സിനുള്ളിൽ ഭയത്തിന്റെ ഒരു വിറയൽ അറിയാതെ കടന്നുകൂടി. രാത്രി ഏറെ വൈകി. മനയിലുള്ളവരെല്ലാം ഉറക്കത്തിലാണ്ടു. പെട്ടെന്ന് മനയുടെ പിന്നിലെ നാട്ടുപാതയിലൂടെ ആരോ നടന്നു പോകുന്ന ശബ്ദം ശിവരാമൻ കേട്ടു. കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ആ ശബ്ദം കേട്ട് അവന്റെ നെഞ്ചിടിപ്പ് കൂടി. കിടപ്പുമുറിയിലെ ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു ചൂട്ട് വെളിച്ചം കാളിക്ഷേത്രത്തിന് നേരെ നീങ്ങുന്നത് അവൻ കണ്ടു. ശിവരാമന് അടങ്ങിയിരിക്കാനായില്ല. അവൻ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി. കയ്യിലൊരു വടിയും പോക്കറ്റിൽ ടോർച്ചും അവൻ കരുതിയിരുന്നു. മുൾപ്പടർപ്പ് നിറഞ്ഞ ആ ഇടുങ്ങിയ നടപ്പാതയിലൂടെ അവൻ ആ വെളിച്ചത്തെ പിന്തുടർന്നു. ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ ശിവരാമൻ നിന്നു. തകർന്നു തുടങ്ങിയ നാട്യമന്ദിരത്തിന്റെ ഒരു മൂലയിൽ മങ്ങിയ വെളിച്ചം കത്തുന്നുണ്ട്. ആ വെളിച്ചത്തിൽ 2 നിഴലുകൾ കണ്ടതും അവനൊരു വലിയ പേരാലിന്റെ മറവിലേക്ക് മറഞ്ഞു നിന്നു. ആ ഇരുട്ടിലും കാറ്റിന്റെ ശബ്ദത്തിനിടയിലും ചില സംസാരങ്ങൾ അവന്റെ കാതിലെത്തി. ആ ശബ്ദം തിരിച്ചറിയാൻ അവന് പ്രയാസമുണ്ടായില്ല. അത് ഗ്രാമത്തിലെ പ്രമാണി രാജശേഖരൻ മുതലാളിയായിരുന്നു. പക്ഷെ മറുവശത്തിരുന്ന ആളെ
അവന് മനസ്സിലായില്ല. അയാൾ തല മുതൽ പാദം വരെ കറുത്ത ഒരു വസ്ത്രം ധരിച്ചിരുന്നു. അയാളുടെ കണ്ണുകൾ മാത്രം ഒരു വന്യമൃഗത്തെ പോലെ തിളങ്ങി. രാജശേഖരന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പക്ഷേ സ്വാമി, ഇത് വലിയ അധർമ്മമാണ്. ശിവരാമൻ പട്ടണത്തിൽ നിന്ന് പഠിച്ചു വന്നവനാണ്. അവൻ ഇതൊന്നും വിശ്വസിക്കില്ല. അവനെ അങ്ങനെ എളുപ്പത്തിൽ പറ്റിക്കാനൊന്നും കഴിയില്ല. നാട്ടുകാർ അറിഞ്ഞാൽ. രണ്ടാമത്തെയാൾ ക്രൂരമായി ചിരിച്ചു. അയാൾ പറഞ്ഞു, അധർമ്മമോ? ഗ്രാമത്തെ രക്ഷിക്കാൻ ചെയ്യുന്ന അധർമ്മം ധർമ്മമാണ് രാജശേഖര. ആരുടെ രക്തം വീഴ്ത്തിയിട്ടാണ് നിന്റെ ഈ ഗ്രാമം ഇന്നും നിലനിൽക്കുന്നതെന്ന് നീ മറക്കരുത്. ഈ വലിയടത്ത് മനയിലെ നമ്പൂതിരിമാരുടെ രക്തം ഈ മണ്ണിൽ വീഴ്ത്തിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളെപ്പോലുള്ളവർ ഇന്നും സുഖമായി ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നത് തന്നെ. ശിവരാമന് സ്വന്തം കാതുകളെ വിശ്വസിക്കാനായില്ല. അവൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. രാജശേഖരൻ വീണ്ടും അപേക്ഷിച്ചു, അതറിയാം സ്വാമി. പണ്ടെന്നോ ആ കുടുംബത്തിലെ കാരണവർ സ്വന്തം ആയുസ് വിറ്റ് ഭഗവതിയുമായി കരാറുണ്ടാക്കിയതാണ്. പക്ഷേ വ്യവസ്ഥ പ്രകാരം വംശത്തിലെ മൂത്ത മകൻ 40 വയസ്സ് വരെ ജീവിക്കുമെന്നല്ലേ? അതിനുശേഷമല്ലേ അയാളുടെ ബാക്കി ആയുസ് ഗ്രാമത്തിന് വേണ്ടി നൽകേണ്ടത്? പരമേശ്വരന് 40 കഴിഞ്ഞതാണല്ലോ. പിന്നെന്തിനാണ് ശിവരാമനെ ഇപ്പോൾ തന്നെ? കാരണം ഭഗവതിയുടെ വിശപ്പ് കൂടിയിരിക്കുന്നു. കറുത്ത വസ്ത്രധാരി ഗർജിച്ചു. പാപഭാരം കൊണ്ട് ഈ ഗ്രാമം മുങ്ങാൻ പോവുകയാണ് രാജശേഖര. ഇനി 40 വയസ്സാവണമെന്നില്ല. ഇനി വേണ്ടത് ആ വംശത്തിലെ ഒരു യുവാവിന്റെ ചുടിച്ചോരയാണ്. എങ്കിൽ മാത്രമേ ഈ ബന്ധനം ഇനി നിലനിൽക്കൂ. മഹാമാരിയും മാറാവ്യാധിയും ഈ ഗ്രാമത്തിന്റെ പടി കടക്കില്ല. അതെല്ലാം കേട്ട് ആ മരച്ചുവട്ടിൽ നിന്ന് ശിവരാമന്റെ കൈകാലുകൾ തളർന്നുപോയി. അവൻ തന്റെ അച്ഛന്റെ പ്രായത്തെക്കുറിച്ച് ഓർത്തു. അച്ഛൻ 40 വയസ്സ് തികഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മരിച്ചു. മുത്തച്ഛനും അങ്ങനെ തന്നെ. ഇതൊന്നും ശാപമല്ല. ഇത് ഒരു ആസൂത്രിതമായ കൊലപാതകമാണ്. ഗ്രാമത്തിന്റെ താല്പര്യത്തിനു വേണ്ടി ഓരോ തലമുറയെയും കൊല്ലുകയാണ്. പക്ഷേ അവർ പറഞ്ഞ അടുത്ത വാചകം കൂടി കേട്ടപ്പോൾ ശിവരാമന്റെ രക്തം ഉറഞ്ഞുപോയി. ആ കറുത്ത വസ്ത്രധാരി രാജശേഖരന് നേരെ തിരിഞ്ഞ് ചീറിക്കൊണ്ട് പറഞ്ഞു, രാജശേഖര, ശിവരാമനെ നാളെ രാത്രിക്കുള്ളിൽ തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സർവനാശമായിരിക്കും. അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. ശിവരാമന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞു. അവളുടെ വയറ്റിൽ വളരുന്നത് ഈ വംശത്തിന്റെ പുതിയ മുളയാണ്. ഭഗവതിയുടെ അരുളപ്പാടാണിത്. ആ കുഞ്ഞ് ജനിച്ചാലുടൻ അതിന് ദേവിക്ക് ബലിയായി നൽകണം. ആ കുഞ്ഞിന്റെ രക്തം ഭഗവതിയുടെ പാദങ്ങളിൽ വീണാൽ അടുത്ത 100 വർഷത്തേക്ക് ഈ ഗ്രാമത്തിൽ വസൂരി പോലെയുള്ള മാറാരോഗം പെട്ട് ആരും മരിക്കില്ല. പിന്നെ ആരെയും ബലി നൽകേണ്ടിയും വരില്ല. ഇത് കേട്ട് പ്രമാണിയായ രാജശേഖരൻ കുറച്ചുനേരം സ്തംഭിച്ചു നിന്നുപോയി. പിന്നീട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ ചോദിച്ചു, പക്ഷേ സ്വാമി, ശിവരാമൻ തന്റെ കുഞ്ഞിനെ വിട്ടുതരുമോ? അത് എളുപ്പമുള്ള കാര്യമാണോ? വിട്ടുതരുമോ എന്നോ? കറുത്ത വസ്ത്രധാരി പരിഹാസപൂർവം പൊട്ടിച്ചിരിച്ചു. അയാളുടെ ആ ചിരി ആ പഴയ ക്ഷേത്രച്ചുവരികളിൽ തട്ടി പ്രതിധ്വനിച്ചു. നാളെ രാത്രി ശിവരാമനെ ശ്രീകോവിലിൽ കയറ്റും. പിന്നെ അവൻ അവിടെ നിന്ന് ജീവനോടെ പുറത്തിറങ്ങില്ല. അവന്റെ ഭാര്യ വിധവയാകും. വിധവയായ അവൾ സ്വന്തം ഇല്ലത്തേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ ഞങ്ങളുടെ ആളുകൾ അവളെ പിടികൂടിക്കൊള്ളും. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ മാത്രം മതി. മനസ്സിലായോ രാജശേഖര? ആ വംശത്തിന്റെ മുള ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. മരത്തിന് പിന്നിൽ ഒളിച്ചു നിന്ന ശിവരാമന് ഒരു കൂടം കൊണ്ട് തന്റെ തലയ്ക്ക് ശക്തിയേറിയ ഒരു അടിയേറ്റതുപോലെ തോന്നിപ്പോയി. അവൻ ആകെ തകർന്നുപോയി. ഇത് ദൈവങ്ങളുടെ ശാപമല്ല, മറിച്ച് മനുഷ്യന്റെ ക്രൂരമായ അത്യാഗ്രഹത്തിന്റെയും അവരുടെ അന്ധവിശ്വാസത്തിന്റെയും ചതിക്കുഴിയാണ്. അവർ തന്നെ കൊല്ലാൻ മാത്രമല്ല, ജനിക്കാനിരിക്കുന്ന തന്റെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ പദ്ധതി ഒരുക്കുന്നു. ശ്രീലക്ഷ്മിയുടെ മുഖം അവന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. ദേഷ്യം കൊണ്ടും ഭയം കൊണ്ടും അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഈ ഗ്രാമം എന്റെ ജന്മനാടല്ല, ഇതൊരു അറവുശാലയാണെന്ന് അവൻ ഞെട്ടലോട് തിരിച്ചറിഞ്ഞു. ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ രക്ഷപ്പെടണം. പക്ഷേ ഈ കൊടുംചതിക്ക് കൂട്ടുനിൽക്കുന്നവർ ഗ്രാമം മുഴുവനുമുണ്ട്. ശിവരാമൻ ശബ്ദമുണ്ടാക്കാതെ പിന്നോട്ട് മാറാൻ ശ്രമിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ആ ഇരുട്ടിൽ അവന്റെ കാൽപാദത്തിനടിയിൽപ്പെട്ട
ഒരു ഉണങ്ങിയ മുളങ്കമ്പ് ടക്കെന്ന ശബ്ദത്തോടെ ഒടിഞ്ഞു. ആ നിശബ്ദതയിൽ കേട്ട ആ ശബ്ദം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ക്ഷേത്രത്തിനുള്ളിലെ ആ നിഴൽരൂപങ്ങൾ പെട്ടെന്ന് നിശബ്ദരായി. ആ ഇരുട്ടിലേക്ക് നോക്കി. ആരാണവിടെ? രാജശേഖരന്റെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം അവന്റെ ചെവിയിൽ പതിഞ്ഞതും അവൻ ജീവനും കൊണ്ടോടി. പിന്നാലെ ആരൊക്കെയോ തന്നെ പിന്തുടരുന്നതും അവരുടെ ആക്രാശങ്ങളും അവൻ കേട്ടു. ശിവരാമൻ അവിടെ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ തന്റെ മുറിയിലെത്തിയപ്പോൾ അവൻ വിയർത്തൊലിച്ചിരുന്നു. ശ്വാസം കിട്ടാതെ അവൻ കിതയ്ക്കുകയായിരുന്നു. ഉറങ്ങിക്കിടന്നിരുന്ന ശ്രീലക്ഷ്മിയെ അവൻ തട്ടിയുണർത്തി. ഗാർഡനെതിരെയിലായിരുന്ന ശ്രീലക്ഷ്മി പരിഭ്രമത്തോടെ ഉറക്കം വിട്ടുണർന്നു. ഭർത്താവിന്റെ അവസ്ഥ കണ്ട് അവൾ ആകെ പകച്ചുപോയി. ശിവരാമന്റെ കണ്ണുകൾ ചെമ്പരത്തിപ്പൂ പോലെ അപ്പോൾ ചുവന്നിരുന്നു. തോളറ്റം വരെയുള്ള അയാളുടെ നീളൻ മുടി ആകെ ഉലഞ്ഞു പോയിരുന്നു. അവന്റെ ശരീരം വിറയ്ക്കുകയായിരുന്നു. എന്തു പറ്റി? ഈ രാത്രിയിൽ ശിവരാമട്ടൻ എവിടെ പോയതാ? പുറത്ത് എന്താണൊരു ശബ്ദം? അവൾ ഭയത്തോടെ ചോദിച്ചു. ശിവരാമൻ മറുപടി ഒന്നും നൽകിയില്ല. അവനൊരു ഭ്രാന്തനെ പോലെ തിടുക്കത്തിൽ അലമാര തുറന്ന് കുറച്ച് പണവും ശ്രീലക്ഷ്മിയുടെ ആഭരണപ്പെട്ടിയും ഒരു തുണിയിൽ പൊതിഞ്ഞുകെട്ടി. എന്നിട്ട് അവളുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമില്ല. നിനക്ക് എൻ്റെ ഒപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം പോലും ഈ മനയിൽ നിൽക്കരുത്. നമുക്ക് ഓടി രക്ഷപ്പെടണം, ഇപ്പോൾ തന്നെ. ഈ പാതിരാത്രിയിലോ? ഈ മഴയത്ത് നമ്മൾ എങ്ങോട്ട് പോകും? നരകത്തിലേക്ക് പോയാലും ഈ മണ്ണിൽ നിൽക്കില്ല. ഇവർ മനുഷ്യരല്ല ലക്ഷ്മി, ഇവർ പിശാചുക്കളുടെ ജന്മങ്ങളാണ്. വാ, എന്റെ കൂടെ വരൂ. ഗർഭിണിയായ ഭാര്യയെയും കൂട്ടി ശിവരാമൻ മനയുടെ പടിഞ്ഞാറെ വാതിലൂടെ മെല്ലെ പുറത്തേക്കിറങ്ങി. പുറത്ത് കനത്ത ഇരുട്ടായിരുന്നു. മഴ പെയ്യുന്നുണ്ട്. ഗ്രാമവഴികളിൽ രാജശേഖരന്റെ ഗുണ്ടകൾ പെട്രോളിംഗ് നടത്തുന്നുണ്ടാകുമെന്ന് ശിവരാമൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൻ പ്രധാന വഴി ഉപേക്ഷിച്ചു. ചെറുപ്പം മുതലേ ഗ്രാമത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന അവൻ കാട്ടുവഴിയിലൂടെ ശ്രീലക്ഷ്മിയെയും കൂട്ടി നിലാതീരത്തേക്ക് നടന്നു. മഴയേറ്റ് നനഞ്ഞ ചെളിമണ്ണിൽ അവരുടെ കാലുകൾ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിക്ക് നടക്കാൻ പ്രയാസമായിരുന്നു. വീർത്തുന്തിയ വയറിന്റെ ഭാരം അവളെ തളർത്തി. എങ്കിലും ശിവരാമന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ശ്മശാനത്തിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു തകർന്ന ശിവക്ഷേത്രത്തിൽ അവർ അശുഭകരമായ സ്ഥലമാണെന്ന് കരുതി നാട്ടുകാർ പകൽ പോലും അങ്ങോട്ട് പോകാറില്ലായിരുന്നു. ചുറ്റും കുറ്റിക്കാടുകളും മുൾപ്പടർപ്പുകളും അതിന്റെ നടുവിൽ വീഴാറായ ആ ക്ഷേത്രവും. ശ്രീലക്ഷ്മി കിതച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിനി വയ്യ. ഇപ്പോൾ പറയൂ, എന്തു പറ്റി? ആരാണ് നമ്മുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്? ശിവരാമൻ ആ ഇരുട്ടിൽ ശ്രീലക്ഷ്മിയുടെ മുഖം തന്റെ 2 കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അവർക്ക് നമ്മുടെ കുഞ്ഞിന് വേണം ലക്ഷ്മി. ആ രാജശേഖരൻ മുതലാളിയും ആ കറുത്ത വസ്ത്രം ധരിച്ച മനുഷ്യനും ചേർന്ന് ഈ ഗ്രാമത്തിന്റെ നന്മയെന്ന പേരിൽ നമ്മുടെ വംശത്തിന്റെ രക്തം കൊണ്ട് കളിക്കുകയാണ്. നമ്മുടെ കുഞ്ഞ് ജനിച്ചാലുടൻ അതിനെ ദേവിക്ക് ബലി നൽകാനാണ് അവരുടെ തീരുമാനം. ആ വാക്കുകൾ കേട്ടതും ശ്രീലക്ഷ്മി ഒരു കരിങ്കല്ല് പോലെ മരവിച്ചു പോയി. അറിയാതെ തന്നെ അവളുടെ കൈകൾ അവളുടെ വീർത്ത ഉദരത്തിന് മുകളിലേക്ക് നീങ്ങി. അസഹനീയമായ ഒരു ഭയം അവളെ വിഴുങ്ങി. ബലിയോ? എന്റെ കുഞ്ഞിനെയോ? പക്ഷേ ദേവി അമ്മയല്ലേ? അമ്മ മക്കളുടെ രക്തം ചോദിക്കുമോ? ശിവരാമൻ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവി ചോദിക്കില്ല. ചോദിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യന്റെ അന്ധവിശ്വാസവും അത്യാഗ്രഹവുമാണ് ചോദിക്കുന്നത്. തകർന്ന ആ പഴയ ശിവക്ഷേത്രത്തിനുള്ളിൽ ഇരുട്ടിൽ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ലക്ഷ്മി തളർന്നു വീണു. അവൾ തലതല്ലി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, മഹാദേവ, ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കണേ. അവനെ കൊല്ലാൻ നോക്കുന്ന ആ പാപികൾ നശിച്ചു പോയാലും എന്റെ കുഞ്ഞ് ജീവിക്കണേ. അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സ്വാമിജി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു വെറുപ്പ് കലർന്നിരുന്നു. അദ്ദേഹം ഹരിയെയും മാധവനെയും നോക്കി പറഞ്ഞു, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഗ്രാമം മുഴുവനും ഇങ്ങനെ ഇളകി വന്നതെന്ന്. എന്തിനാണ് ആ പ്രമാണി തന്റെ നാട്ടിലെ ഒരു പൂജാരി കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കിയതെന്ന്. ഇതിനുള്ള ഉത്തരം ആ കറുത്ത വസ്ത്രധാരിക്കറിയാം. ഹരി ആകാംക്ഷയോട് ചോദിച്ചു, അയാൾ ആരാണ്? അവൻ ഒരു കുടില ബുദ്ധിയുള്ള ജാലവിദ്യക്കാരനായിരുന്നു. അതിലുപരി മുറിവേറ്റൊരു പാമ്പായിരുന്നു അവൻ. അവന്റെ പേര് ഭൈരവൻ എന്നായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്
ശിവരാമന്റെ മുത്തശ്ശൻ യുവാവായിരുന്ന കാലത്ത് ഭൈരവന്റെ അച്ഛൻ ആ ഗ്രാമത്തിലെ ഒരു വ്യാജ മാന്ത്രികനായിരുന്നു. ചികിത്സയുടെ പേരിൽ ഗ്രാമത്തിലെ പാവം സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഒടിവിദ്യയുടെ പേരിൽ ഭീഷണിപ്പെടുത്തി സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു അവൻ. ധീരനായ ശിവരാമന്റെ മുത്തശ്ശൻ ഒരിക്കൽ ആ വഞ്ചകനെ കൈയോടെ പിടികൂടുകയും ചെരുപ്പുമാല അണിയിച്ച് അയാളെയും കുടുംബത്തെയും നാട് കടത്തുകയും ചെയ്തു. ആ അപമാനത്തിന്റെ തീ ഭൈരവന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. അന്ന് അവനൊരു കുട്ടിയായിരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വളർന്നതോടെ അവൻ നാട് വിട്ട് ദൂരെ എവിടെയോ പോയി വശീകരണ വിദ്യകളും മനുഷ്യനെ കൊല്ലാനുള്ള മാരണ പ്രയോഗങ്ങളും പഠിച്ചു. പ്രതികാരം ചെയ്യാനാണ് അവൻ ആ ഗ്രാമത്തിലേക്ക് വന്നത്. ആ ഗ്രാമത്തിന്റെ നന്മയൊന്നും ആയിരുന്നില്ല അവന്റെ ലക്ഷ്യം. വലിയടത്ത് മനയിലെ വംശത്തെ അപ്പാടെ നശിപ്പിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. നാട്ടുകാർ പേടിത്തൊണ്ടന്മാരാണെന്ന് ഭൈരവന് നേരത്തെ അറിയാമായിരുന്നു. അവൻ ആദ്യം നാട്ടുപ്രമാണിയെ കയ്യിലെടുത്തു. ഗ്രാമത്തിലെ വസൂരിയും കോളറയും ഒക്കെ ഭഗവതിയുടെ കോപമാണെന്ന് അവൻ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ചില ജാലവിദ്യകൾ കാട്ടി അവൻ വലിയൊരു സിദ്ധനാണെന്ന് വരുത്തി തീർത്തു. മനയിലെ ആൺകുട്ടികൾ 40 വയസ്സുവരെ മാത്രമേ ജീവിക്കൂ എന്ന കരാറിന്റെ കഥ അവൻ കെട്ടിച്ചമച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ ആ വീട്ടിലെ ആൺകുട്ടികളുടെ ഭക്ഷണത്തിൽ ഒരുതരം വിഷം കലർത്തിയിരുന്നു. ആ വിഷത്തിന്റെ ശക്തിയാൽ ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം ഹൃദയാഘാതത്താൽ അവർ മാസങ്ങൾ കൊണ്ട് മരണപ്പെടുകയായിരുന്നു പതിവ്. പക്ഷേ ശിവരാമന്റെ കാര്യത്തിൽ അവന് പേടിയുണ്ടായിരുന്നു. ശിവരാമൻ പഠിച്ചവനാണ്. അവനെ വിഷം കൊടുത്ത് പറ്റിക്കാനാവില്ല. അതുകൊണ്ടാണ് അവൻ ബലിയെന്ന മാർഗം തിരഞ്ഞെടുത്തത്. നാട്ടുകാരുടെ അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ച് ശിവരാമന്റെ കുഞ്ഞിന്റെ രക്തം കൊണ്ട് തന്റെ അച്ഛന്റെ അപമാനത്തിന് പകരം വീട്ടാൻ അവൻ ഒരുങ്ങി. അന്ന് ആ തകർന്ന ക്ഷേത്രത്തിൽ ശിവരാമൻ തന്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേട്ടക്കാർ തങ്ങളുടെ മണം പിടിച്ച് കഴിഞ്ഞ കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് അടുത്തുള്ള മുളങ്കാട്ടിൽ നിന്ന് കരിയിലകളും ചുള്ളിക്കമ്പുകളും ഞെരിഞ്ഞമരുന്ന ശബ്ദം ശിവരാമൻ കേട്ടു. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് നിരവധി ചൂട്ടുകറ്റകൾ ആ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്ര പരിസരത്ത് തെളിഞ്ഞു. ആ വെളിച്ചത്തിൽ ഭൈരവന്റെ ഭയാനകമായ മുഖം അവർ കണ്ടു. അവന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി പുറപ്പെടുന്നുണ്ടായിരുന്നു. എങ്ങോട്ടോടിപ്പോകാനാണ്? ഭൈരവന്റെ ശബ്ദം പാതാളത്തിൽ നിന്ന് വരുന്നത് പോലെ അവർക്ക് തോന്നി. അച്ഛൻ ചെയ്ത പാപത്തിന് മകൻ പ്രായശ്ചിത്തം ചെയ്തേ തീരൂ. ഭൈരവന്റെ അട്ടഹാസത്തിൽ ആ ശ്മശാനത്തിന്റെ നിശബ്ദത തകർന്നു. ചൂട്ടുവെളിച്ചത്തിൽ അവന്റെ നിഴൽ ആ മതിൽക്കെട്ടിൽ ഒരു അസുരനെ പോലെ പതിഞ്ഞു. മൂർച്ചയുള്ള വാളും ഉയർത്തിപ്പിടിച്ച് അവൻ ശിവരാമന് നേരെ പാഞ്ഞടുത്തു. പുറത്തപ്പോൾ മഴ കനത്തു. ശ്രീലക്ഷ്മിയെ പിന്നിലേക്ക് മാറ്റി നിർത്തി ശിവരാമൻ മുന്നിൽ നിന്നു. അവന്റെ കയ്യിൽ അപ്പോൾ ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ കായികബലം കൊണ്ട് മാത്രം ആ പിശാചിനെ തോൽപ്പിക്കാനാവില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവന്റെ കണ്ണുകൾ ക്ഷേത്രത്തറയിലെ പഴയ പൂജാസാധനങ്ങളിൽ ഉടക്കി. അവിടെ ഒരു കുട്ടിയിൽ കണ്ട ഉണങ്ങിയ കൂളത്തിലകളും ഒരു വശത്ത് കുന്തിരിക്കവും കർപ്പൂരം നിറഞ്ഞ ഒരു പാത്രവും ഉണ്ടായിരുന്നു. ഭൈരവൻ അലറി, "ഇനി നീ എവിടേക്ക് ഓടാനാണ് ശിവരാമൻ? എന്റെ അച്ഛനെ അപമാനിച്ചതിന് നിന്റെ രക്തം കൊണ്ട് ഞാനിന്ന് പകരം വിട്ടു. നിന്റെ ഭാര്യയുടെ വയറ്റിലെ കുഞ്ഞ് എനിക്ക് അമൃതം നൽകാനുള്ള താക്കോലാണ്." ഭൈരവൻ വാൾ വീശാൻ ആഞ്ഞതും ശിവരാമൻ പെട്ടെന്ന് കുന്തിരിക്കത്തിന്റെയും കർപ്പൂരത്തിന്റെയും പൊടി വാരിയെടുത്തു. ഭൈരവൻ പകച്ചു നിന്ന ആ നിമിഷത്തിൽ ശിവരാമൻ ആ പൊടി ഭൈരവന്റെ കയ്യിലിരുന്ന ചൂട്ടിലെ തീയിലേക്ക് ആഞ്ഞെറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ഒരു വലിയ ശബ്ദത്തോടെ അഗ്നിഗോളം ഉയർന്നു. ആ വെളിച്ചം ഭൈരവന്റെ കണ്ണുകളെ താൽക്കാലികമായി അന്ധനാക്കി. അവൻ മുഖം പൊത്തിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് മാറി. ശിവരാമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ലക്ഷ്മി, നീ ഓടി രക്ഷപ്പെട്ടോ." പക്ഷേ ഭൈരവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കണ്ണു കാണാത്ത അവസ്ഥയിലും അവൻ അലറി, "നിങ്ങളെ ഞാൻ ജീവനോടെ കുഴിച്ചു മൂടും." അവൻ വാൾ അന്തരീക്ഷത്തിൽ വീശി. അത് ശ്രീലക്ഷ്മിയുടെ ചെവിക്കൈകളിലൂടെ പാഞ്ഞുപോയി ക്ഷേത്രത്തിന്റെ ഒരു പഴയ തൂണിൽ ആഞ്ഞു പതിച്ചു. കൃത്യം ആ നിമിഷം ആ അത്ഭുതം സംഭവിച്ചു. വാൾ തറച്ച തൂൺ ആ മേൽക്കൂരയുടെ പ്രധാന താങ്ങായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ആ തൂണ് വാളുകൊണ്ടുള്ള വെട്ടേറ്റ് വലിയ ശബ്ദത്തോടെ തകർന്നു വീണു. മേൽക്കൂരയുടെ വലിയൊരു ഭാഗം താഴേക്കു പതിച്ചു. പക്ഷേ കല്ലുകൾ ഭൈരവന്റെ മേലേക്കല്ല വീണത്, പകരം ക്ഷേത്ര തറയിലേക്കാണ് വീണത്. ആ തറയുടെ ഉൾഭാഗം പൊള്ളയായിരുന്നു. പണ്ട് നരബലി നൽകിയിരുന്ന രഹസ്യ അറയായിരുന്നു അത്. കല്ലുകൾ ഇടിഞ്ഞു വീണ ആഘാതത്തിൽ തറ തകർന്ന് വലിയൊരു കുഴി അവിടെ രൂപപ്പെട്ടു.
നിയന്ത്രണം നഷ്ടപ്പെട്ട ഭൈരവൻ ആ കുഴിയുടെ വക്കിലേക്ക് വീണു. അവൻ താഴേക്ക് വീഴാതിരിക്കാനായി കുഴിയുടെ വക്കിൽ മുറുകെ പിടിച്ച് തൂങ്ങിക്കിടന്നു. അവന്റെ കാലുകൾക്ക് താഴെയായി അഗാധമായ ഇരുട്ടായിരുന്നു. അവിടുന്ന് അഴുകിയ ഗന്ധവും ഭയാനകമായ ശബ്ദങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. ഭൈരവൻ ശിവരാമനെ നോക്കി അലമുറയിട്ട് കരഞ്ഞു. ശിവരാമൻ, എന്നെ രക്ഷിക്കൂ, അവരെന്നെ താഴേക്ക് വലിക്കുന്നു. ശിവരാമൻ, എന്നെ രക്ഷിക്കൂ. ശിവരാമൻ ടോർച്ചടിച്ചു നോക്കി. ഭൈരവന്റെ കാലുകൾക്ക് താഴെയായി ആ ഇരുട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കറുത്ത ഉറുമ്പുകളും വിഷപ്പാമ്പുകളും വണ്ടുകളും പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ആ പാതാളക്കുഴിയിൽ താമസമാക്കിയിരുന്ന പ്രകൃതിയുടെ ആ കാവൽക്കാർ തങ്ങളുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറിയവനെ വിടാൻ ഒരുക്കമായിരുന്നില്ല. ശിവരാമൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല ഭൈരവ. ഇത് പ്രകൃതിയുടെ നീതിയാണ്. ഭൈരവന്റെ കൈകൾ വഴുതിപ്പോയി. വലിയൊരു നിലവിളിയോടെ അവൻ ആ ക്ഷേത്രത്തിന്റെ ഇരുളടഞ്ഞ ഭൂഗർഭ അറയിലേക്ക് പതിച്ചു. തൂണിടിഞ്ഞു പോയ ആ ആഘാതത്തിൽ മുകളിൽ നിന്ന് കൂടുതൽ കല്ലുകൾ ഇടിഞ്ഞു വീണ് ആ കുഴിയുടെ വായ്ഭാഗം എന്നേക്കുമായി അടഞ്ഞുപോയി. പുറത്തപ്പോഴും കൊടുങ്കാറ്റ് വീശി അടിക്കുകയായിരുന്നു. എന്നാൽ തകർന്നു പോയ ആ ക്ഷേത്രത്തിനുള്ളിൽ പെട്ടെന്നൊരു ശാന്തത പടർന്നു. ശിവരാമൻ ശ്രീലക്ഷ്മിയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും നമുക്കിവിടെ നിൽക്കണ്ട, വാ പോകാം. സ്വാമിജി ഒരു നെടുവീർപ്പിട്ടു. റാന്തൽ വിളക്കിലെ എണ്ണ തീരാറായിരിക്കുന്നു. വെളിച്ചം അണയാൻ പോവുകയാണ്. പുറത്ത് മഴ നിലച്ചിരിക്കുന്നു. ഭാരതപ്പുഴയിൽ നിന്ന് കുളിർക്കാറ്റ് വീശുന്നുണ്ട്. ഹരിയും മാധവനും ശ്വാസം അടക്കിപ്പിടിച്ചാണ് ഇത്രയും നേരം ഇരുന്നത്. മാധവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, എന്നിട്ട് ശിവരാമനും ശ്രീലക്ഷ്മിക്കും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? സ്വാമിജി എഴുന്നേറ്റ് ജനൽ തുറന്നു. പുഴയ്ക്ക് മുകളിൽ നേർത്ത വെളിച്ചം പടർന്നു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം മൃദുവായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞു. ആ കൊടുങ്കാറ്റുള്ള രാത്രിയിൽ തന്നെ ഒരു തോണിക്കാരന്റെ സഹായത്തോടെ അവർ നിലകടന്ന് അക്കരെ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു. ശിവരാമൻ പിന്നീട് ഒരിക്കലും പൂണൂൽ ധരിച്ചില്ല, പൂജകൾ ചെയ്തില്ല. അദ്ദേഹം ദൂരെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജീവിച്ചു. ശ്രീലക്ഷ്മി ആകട്ടെ ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഭയന്ന് വിറയ്ക്കുമായിരുന്നു. ഹരി തന്റെ കയ്യിലിരുന്ന ബുക്ക് അടച്ചുകൊണ്ട് പറഞ്ഞു, വിചിത്രമായൊരു കഥ. പക്ഷെ സ്വാമി, ഒരു ചോദ്യം ബാക്കിയുണ്ട്. പണ്ടത്തെ ഈ കാര്യങ്ങൾ, അതിന്റെ ഓരോ നിമിഷവും നിങ്ങൾക്കിത്ര കൃത്യമായി എങ്ങനെ അറിയാം? ശിവരാമൻ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരുന്നോ? സ്വാമിജി ഹരിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഹരിയുടെ ഉള്ളിലെ പത്രപ്രവർത്തകന്റെ ധൈര്യത്തെപ്പോലും തളർത്തുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. സ്വാമിജി തന്റെ തോളിലെ കാവ്യമുണ്ട് അല്പം വകഞ്ഞു മാറ്റി. അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഇടതുവശത്ത് ഹൃദയത്തിന് തൊട്ടുമുകളിൽ പഴയതും ആഴത്തിലുള്ളതുമായ ഒരടയാളമുണ്ടായിരുന്നു. അത് ഒരു സാധാരണ മുറിപ്പാട് പോലെയല്ല, മറിച്ച് മൂർച്ചയുള്ള എന്തോ ഒന്ന് കൊണ്ടുണ്ടായ ആഴത്തിലുള്ള മുറിവുണങ്ങിയ ഒരു പാട് പോലെയായിരുന്നു. അദ്ദേഹം സാവധാനം പറഞ്ഞു, ശ്രീലക്ഷ്മി അന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് പ്രാണനും കൊണ്ട് പാഞ്ഞപ്പോൾ കാൽ തട്ടി വീണു പോയിരുന്നു. ആ വീഴ്ചയിൽ ലക്ഷ്മിയുടെ വയറിന് വലിയ ആഘാതമേറ്റു. കുഞ്ഞു രക്ഷപ്പെടില്ലെന്നോ വൈകല്യമുണ്ടാകുമെന്നോ ആണ് വൈദ്യന്മാർ അന്ന് വിധിയെഴുതിയത്. പക്ഷേ ആ കുഞ്ഞു ജനിച്ചു. ഈശ്വരൻ കനിഞ്ഞതുകൊണ്ട് അവൻ ആരോഗ്യവാനായി തന്നെ വളർന്നു. പക്ഷേ നെഞ്ചിൽ ഈ അടയാളവുമായാണ് അവൻ പിറന്നത്. ആ ശപിക്കപ്പെട്ട രാത്രിയുടെ ഓർമ്മ അവന്റെ ശരീരത്തിലും കുത്തിവെക്കപ്പെട്ടിരുന്നു. മാധവൻ ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ നിങ്ങളാ? സ്വാമിജി ചിരിച്ചു. ആ ചിരിയിൽ മറുപടി ഉണ്ടായിരുന്നില്ല, പകരം വലിയൊരു നിഗൂഢതയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പേരും അടയാളവുമൊക്കെ ഈ ശരീരത്തിൻ്റെത് മാത്രമല്ലേ? ഞാനിപ്പോൾ വെറുമൊരു കാവൽക്കാരൻ മാത്രമാണ്. എന്തിന്റെ കാവൽക്കാരൻ? ഹരി അത്ഭുതത്തോടെ ചോദിച്ചു. സ്വാമിജി തറയിലേക്ക് വിരൽ ചൂണ്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്റെ ഈ കുടിൽ പുഴയോരത്തെ ഒരു വലിയ മൺതിട്ടയ്ക്ക് മുകളിലാണ്. ഇത് വെറും മണ്ണല്ല. 80 വർഷങ്ങൾക്ക് മുമ്പ് തകർന്നു വീണ ആ ശിവക്ഷേത്രത്തിന്റെ സ്ഥാനം ഇവിടെയായിരുന്നു. കാലം ആ ക്ഷേത്രത്തെ മണ്ണിനടിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ആ ശപിക്കപ്പെട്ട പാതാളക്കുഴിയുടെ വായ്ക്ക് മുകളിലാണ് ഞാൻ ഈ കുടിൽ കെട്ടിയിരിക്കുന്നത്. ആ ഭൈരവന്റെ ആത്മാവോ അവന്റെ ഒപ്പമുള്ള ദുഷ്ടശക്തികളോ ഇനി ഒരിക്കലും ഈ മണ്ണ് തുരന്ന് പുറത്തു വരാതിരിക്കാൻ ഞാൻ ഇവിടെ ഇന്നും കാവൽ നിൽക്കുന്നു. ഞാൻ ശിവരാമന്റെ ചോരയാണ്, ആ വംശത്തിലെ മൂത്ത മകൻ. അതുകൊണ്ട് ഇവിടം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്.
ഹരിയുടെയും മാധവന്റെയും നട്ടലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറി. തങ്ങൾ ഇത്രയും നേരം ഇരുന്നത് ഒരു സാധാരണ കുടിലല്ല, മറിച്ച് 80 വർഷം പഴക്കമുള്ള ഒരു ജീവനുള്ള ശവകുടീരത്തിന് മുകളിലാണെന്ന് ഇതിനകം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. തങ്ങളുടെ മുന്നിലിരിക്കുന്നത് ആ ദുരന്തം അനുഭവിച്ചവനും ആ സ്ഥലത്തിന്റെ കാവൽക്കാരനുമാണ്. പുലർച്ചയായി. വഞ്ചി പുറപ്പെടാൻ സമയമായി. മാധവനും ഹരിയും വഞ്ചിയിൽ കയറുമ്പോൾ സ്വാമിജി ആ മൺതിട്ടയ്ക്ക് മുകളിൽ അവരെ യാത്രയാക്കി കൈവീശിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പുലർക്കാലത്തെ മഞ്ഞിൽ അദ്ദേഹത്തെ കാണാൻ ഒരു യോഗിയെപ്പോലെ തോന്നി. വഞ്ചി ഒഴുക്കിനൊപ്പം പുഴയുടെ നടുവിലെത്തി. ആ കാഴ്ച അവസാനമായി ഒന്ന് പകർത്താൻ അവൻ തന്റെ ക്യാമറ കണ്ണോട് ചേർത്ത് സൂം ചെയ്തു. പക്ഷേ ലെൻസിലൂടെ കണ്ട കാഴ്ചയിൽ ഹരിയുടെ കൈകൾ വിറച്ചു. ക്യാമറയുടെ ലെൻസിലൂടെ നോക്കുമ്പോൾ കുടലിന് മുന്നിൽ നിൽക്കുന്നത് ആ സ്വാമിജിയല്ല. പകരം അവിടെ മുണ്ടും ഷർട്ടും ധരിച്ച ഒരു യുവാവും അയാളുടെ തൊട്ടടുത്തായി സാരി ഉടുത്ത പരിഭ്രാന്തിയായ ഒരു യുവതിയും. അവർ കൈവീശി യാത്ര ചോദിക്കുന്നു. ഹരി ക്യാമറ താഴ്ത്തി നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കി. പക്ഷേ അവിടെ ആരുമില്ല. കാറ്റിലാടുന്ന കാട്ടുചെടികളും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ പഴയ കുടിലും മാത്രം. നിലാനദി ഒന്നും സംഭവിക്കാത്തതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചില കഥകൾ അവസാനിച്ചാലും അവസാനിക്കില്ലെന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ അവന് തോന്നി.